വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറേ കാലമായി നമ്മൾ കണ്ടിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 5 മാസമൊക്കെ ആയി കാണും. ഈ 5 മാസം എന്ന് പറയുന്നത് എനിക്ക് കോച്ചിങ് ഉണ്ടായിരുന്ന സമയമാണ്. സത്യം പറഞ്ഞാൽ ഒരു 6 മാസത്തെ കോഴ്സാണ്. പക്ഷേ എനിക്ക് തലവേദനയൊക്കെ വന്നതിന് ശേഷം പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് വീഡിയോസും വരാതിരുന്നത്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് പകുതിയാവും, പിന്നെ മറന്നു പോവും. ചിലപ്പോൾ മറന്നു പോവില്ല, ചിലപ്പോൾ മുഴുവൻ എടുക്കും, എന്നാലും എഡിറ്റ് ചെയ്യാൻ മൂഡ് വരില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് 2 മണിക്കൂർ കൂടുതൽ പഠിക്കരുതെന്നും 1/2 മണിക്കൂർ കൂടുതൽ ഫോൺ നോക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഞാനിരുന്നത്. ഇപ്പോൾ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ വലിയ പ്രത്യേകതയുള്ള വീഡിയോ ഒന്നും അല്ല, സാധാരണ എൻ്റെ ദിവസം എങ്ങനെയാണോ അതുപോലെയൊക്കെ തന്നെ. ഒരു പ്രത്യേകത ഉള്ളത് ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ കുറച്ച് അല്ലറച്ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇനി അടുത്തത് ബെഡ് സെറ്റാക്കണം, മുടി ചെയ്യണം, ചായ കുടിക്കണം, പിന്നെ പുറത്തൊക്കെ ഒന്നിറങ്ങി നടക്കണം. അത്രയൊക്കെയാണ് ഇപ്പോൾ രാവിലത്തെ ഒരു റിച്വൽസ്. പണ്ടത്തെ അത്രയും രീതിയിലൊന്നും ഇപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അതൊരു മെയിൻ പ്രോബ്ലമാണ് ഈ തലവേദനയുടെ. ഒരുപാട് സ്ട്രെസ്സ് കൊടുക്കുന്നതാണ് പ്രശ്നം. പിന്നെ ഫുഡ് കൃത്യസമയത്ത് കഴിക്കണം, അങ്ങനെ കുറേ റുട്ടീനൊക്കെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ഫുഡ് ഉച്ചയ്ക്കൊന്നും കഴിക്കാറ് പോലുമില്ല. രാത്രി എപ്പോഴേക്കോ ഉറങ്ങുന്നു, രാവിലെ എപ്പോഴേക്കോ എഴുന്നേൽക്കുന്നു, എപ്പോഴേക്കോ പഠിക്കുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ തലവേദന വന്നത്. മുറിയിൽ കുറച്ച് നാളുകളായിട്ട് ഭയങ്കര ഒരു മ്ലാനതയാണ്, വേറൊന്നുമില്ല. ഇപ്പോൾ അങ്ങനെ അധികം ഒന്നും പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു മണി പ്ലാന്റ് ഒരു സ്ഥലത്ത് നിന്ന് ഒപ്പിച്ചിട്ടുണ്ട്. പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ മുറിയിൽ വരുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. അപ്പോൾ എനിക്ക് ഇനി 1-2 പ്ലാന്റ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെ ഞാൻ മിക്കവാറും ചിലപ്പോൾ അടുത്ത വീഡിയോയിൽ സെറ്റാക്കും. പിന്നെ ടു ഡു ലിസ്റ്റൊക്കെ ഞാൻ എഴുതി വെച്ചു. എന്നിട്ട് പുറത്ത് പോയിരുന്ന് ചായ കുടിക്കുകയാണ്. ഇനി ചായ കുടിച്ച് വന്നിട്ട് നമുക്ക് പഠിക്കാൻ തുടങ്ങണം. അപ്പോൾ രാവിലത്തെ ഒരു രീതി എന്ന് പറയുന്നത് പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങണം. അപ്പോൾ രാവിലെ നല്ല തണുപ്പൊക്കെ ആണല്ലോ, അപ്പോൾ തണുപ്പത്തൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുറ്റത്ത് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നപ്പോഴാണ് കുറേ അധികം വൃത്തിയാക്കാനുണ്ടെന്ന് മനസ്സിലാവുന്നത്. ഇന്ന് സമയം കിട്ടുവാണെങ്കിൽ മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇപ്പോഴല്ല, ഇന്നിപ്പോൾ രാവിലെ തന്നെ അതിനിറങ്ങിക്കഴിഞ്ഞാൽ പഠിക്കാനുള്ള മൂഡ് പോവും. ഞാൻ അതുകൊണ്ട് ആദ്യം GK ആണ് എടുക്കുന്നത്. GK എനിക്ക് പൊതുവേ ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് രാവിലെ എപ്പോഴും GK ആയിരിക്കും പഠിക്കണേ. ജോഗ്രഫി ഞാനൊരു 80-70% പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പൊളിറ്റിയിലേക്ക് മാറുക. പൊളിറ്റി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വെയിറ്റേജുള്ള സബ്ജക്റ്റാണല്ലോ. അപ്പോൾ ഇപ്പം അതാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൺഡേ ആയതുകൊണ്ട് രാവിലെ ഒന്നും വെച്ചില്ല. അപ്പം നമ്മൾ സൊമാറ്റോയിൽ പൂരിയും അതുപോലെ ഊത്തപ്പം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഊത്തപ്പം ഓർഡർ ചെയ്തത്. എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. ആ പാഴ്സൽ എടുക്കാൻ വേണ്ടി താഴേക്ക് പോയപ്പോൾ തോന്നിയാണ് ഇപ്പോൾ തന്നെ ഞാൻ കഴിച്ചേക്കാന്ന്. അപ്പോൾ നമുക്ക് രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പഠിക്കാം. എല്ലാവർക്കും 2 പൂരി മേടിച്ചു, പിന്നെ ഒരു ഊത്തപ്പം മേടിച്ചു. അത് 3 പേരും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിക്കായിരുന്നു. ഊത്തപ്പം കുഴപ്പമുണ്ടായില്ല കേട്ടോ, ഭയങ്കരമായ ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. ഫുഡ് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ച് ഹെവി ആയിപ്പോയി. ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്ത് പോയി കുറച്ച് പണികളൊക്കെ ചെയ്യാമെന്ന്. ആദ്യം വിചാരിച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ആ ഒരു അബദ്ധം എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഒരു വല്ലാത്ത പണിയായിരുന്നു. ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഒരു 1.5-2 മണിക്കൂർ മൊത്തം ഞാൻ അവിടെ നിന്ന് പണി ചെയ്തു. ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. എടുത്തെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായേനെ എന്തുമാത്രം പണിയുണ്ടായിരുന്നു എന്ന്. ഇനി കുറച്ച് ചെടികളും കൂടെ നടാനുണ്ട്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ ചെയ്യണുള്ളൂ. കുറച്ച് നാളായിട്ട് ഞാനിപ്പോൾ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ SSCക്ക് വേണ്ടിയിട്ട് വൊക്കാബൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടി വായിക്കുന്നതാണ്. പിന്നെ ഡെയിലി കറണ്ട് അഫെയർസും അറിഞ്ഞിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പൊതുവെ ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ് കറണ്ട് അഫെയർസ് പഠിക്കുക എന്നുള്ളത്. മന്ത്ലി കറണ്ട് അഫെയർസും വീക്ക്ലി കറണ്ട് അഫെയർസും പഠിക്കാമെന്ന് പറയലല്ലാതെ ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഡെയിലി പഠിച്ച് പോകാമെന്ന് കരുതി. ഡെയിലി പഠിക്കുന്നതിൻ്റെ കൂടെ വീക്ക്ലി മന്ത്ലിയൊക്കെ നമുക്ക് റിവൈസ് ചെയ്യാമല്ലോ. ആ ഒരു മെത്തേഡ് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് തോന്നി. ഡെയിലി ഒരു 30 മിനിറ്റ്സോ 40 മിനിറ്റ്സോ ഇതിന് വേണ്ടി കൊടുക്കുന്നത് കൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ പോയി ചായയും അതുപോലെ പപ്പടവടയും ഇതുപോലെ മിക്സ് ചെയ്ത് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, അതോ ഞാൻ മാത്രമാണ് ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. ലാസ്റ്റായിട്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കണത് 10ലാണ്. അന്ന് ഇത് വായിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല.
പക്ഷെ ഇപ്പം എനിക്ക് കുറേയൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പണ്ടത്തേനേക്കാളും ഒക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ന്യൂസ് പേപ്പർ റീഡിങ് കഴിഞ്ഞു. ഇനി മാത്സ് എടുത്ത് പഠിക്കണം. മാത്സ് പഠിക്കാൻ മൂഡില്ലാത്തപ്പോൾ ഞാൻ ചെയ്യണ ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റ് എടുക്കില്ല, പക്ഷേ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നോക്കും. നമുക്കൊരു സെക്ഷനിൽ 25 ക്വസ്റ്റ്യൻസ് ആണല്ലോ എന്നത്. അപ്പോൾ ഈ 25 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ 25 ചാപ്റ്ററിലൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. പഠിക്കാത്ത ചാപ്റ്റർ ആണെങ്കിലും അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നോക്കി പഠിക്കുമ്പോൾ ഏകദേശം ഒരു ധാരണ ആ ചാപ്റ്ററിനെ കുറിച്ച് കിട്ടും. ഈ ഒരു മെത്തേഡ് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ യൂസ്ഫുള്ളായിട്ട് തോന്നി. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. മാത്സ് പൊതുവേ എനിക്ക് പാടാണെന്ന് ചോദിച്ചാൽ പഠിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ ഒരു സ്പീഡ് കിട്ടുന്നില്ല. ആ ഒരു പ്രോബ്ലമാണ് ഉള്ളത്. ഭയങ്കര കൺവെൻഷണൽ മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യണത്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ സമയമായി, ഉച്ചയായി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി വന്നിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മാത്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുപോലെ പഠിക്കുമ്പോൾ ഒട്ടും മടുപ്പും ഫീൽ ചെയ്യുന്നില്ല. കാരണം ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സ് മടുക്കില്ല. പൊതുവേ ഞാൻ പഠിക്കുന്നത് ആയിരത്തിരഞ്ചിൻ്റെ ബുക്കാണ്. ആയിരത്തിരഞ്ചിൻ്റെ പ്രാക്ടീസ് ബുക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. അതുപോലെ തന്നെ ഏറ്റവും യൂസ്ഫുള്ളായിട്ട് തോന്നിയതാണ് ഫോർമുല ബുക്ക്. ആദ്യം എനിക്കത് മേടിക്കണമെന്നൊരു ഡൗട്ട് തോന്നി. ഇതുപോലെ വീട്ടിലിരുന്ന് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് അത് കൂടുതൽ എനിക്ക് യൂസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തത്. ഉച്ച കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് 4:30 വരെ ഞാൻ പഠിച്ചു. 4:30 ആയപ്പോഴേക്കും ചായ കുടിക്കാൻ പോയി. ചായയോട് കഴിഞ്ഞ് പിന്നെയും നമ്മൾ മാത്സ് തന്നെ പഠിക്കാനെടുത്തു. സാധാരണ ഞാൻ ഇത്ര ലോങ് ആയിട്ട് മാത്സ് പഠിക്കാറില്ല, പക്ഷേ എനിക്ക് ഇതുപോലെ പഠിച്ചപ്പോൾ മടുപ്പ് ഫീലേ ചെയ്തില്ല. പിന്നെ അതുകൊണ്ടാണ് ഞാൻ സ്വിച്ച് ചെയ്യാതിരുന്നത്. മാത്സ് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. എനിക്കറിയാം ഒരു സ്ഥലത്ത് തന്നെ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നത് ഇപ്പോൾ ഞാൻ കുറേ ആയി കാണിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഞാൻ വേറെ ഒന്നിലേക്കും ഞാൻ പോയില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചതുമില്ല. എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ആലോചിക്കണത്. ഇന്ന് മൊത്തം ഞാൻ മാത്സ് ആണല്ലോ പഠിച്ചതെന്ന്. അല്ലെങ്കിൽ ഞാൻ റീസണിങ്ങോ ഇംഗ്ലീഷൊക്കെ മാറി പഠിക്കാറുള്ളതാണ്. റീസണിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു സബ്ജക്റ്റ് അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇംഗ്ലീഷ് വൊക്കാബും കൂടെയൊക്കെ ഒന്ന് റെഡി ആവുകയാണെങ്കിൽ ഇംഗ്ലീഷ് നമുക്ക് ഒപ്പിക്കാം. മാത്സും ജികെയും അതാണ് മെയിൻ പ്രശ്നം. അവരെ രണ്ടുപേരെയും ഒന്ന് സെറ്റാക്കി എടുക്കാതെ നമുക്ക് പാസ്സാകാൻ പറ്റില്ല. അപ്പോൾ അടുത്ത സീരിയലാകുമ്പോഴേക്കെങ്കിലും അതൊന്ന് റെഡിയാക്കി എടുക്കണം. 7:30 ആയപ്പോഴേക്കും കുളിക്കാൻ കയറിയിട്ടുണ്ട്. ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. ആസ് യൂഷ്വൽ മുഖത്ത് മോയ്സ്ചറൈസറൊക്കെ തേച്ചു. ഇനി താഴെ പോയി നേരത്തെ ഇപ്പോൾ ഫുഡ് കഴിക്കും. മരുന്ന് കഴിക്കാനുള്ളതുകൊണ്ട് താഴെ പോയി ഫുഡ് കഴിക്കണം. അതൊക്കെയാണ് ഇനി ഉള്ള പരിപാടികൾ. ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ചുകൂടെ പഠിച്ചിട്ട് വേണം ഉറങ്ങാൻ. അത് കഴിഞ്ഞുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇതോടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നവരെ ബൈ.